വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പൂണ്ട് വിളയാടാൻ പോകുന്ന ടീമാണ് റയൽ മാഡ്രിഡ്. മാഡ്രിഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസൺ മോശമായിരുന്നു. ഈ സീസൺ വലിയ മെച്ചമൊന്നുമില്ല. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കുറെ മാറ്റങ്ങൾ മാഡ്രിഡ് നടത്തിയിരുന്നു. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ ആ ഒരു മാറ്റത്തിനുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കോച്ചിനെ പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ടീമിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. ടോപ്പ് 8 പോലും അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ശ്രമിക്കും. റയൽ മാഡ്രിഡ് അവരുടെ ടീമിൽ ഇപ്പോൾ കളിക്കുന്ന കുറേ താരങ്ങളെ ഒഴിവാക്കും. അതുപോലെ തന്നെ പല പൊസിഷനിലേക്കും കിടിലൻ താരങ്ങളെ ടീം സൈൻ ചെയ്യുമെന്ന് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ റയൽ മാഡ്രിഡ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സെന്റർ ബാക്ക് ആണ്. റയലിനെ സംബന്ധിച്ച് സെന്റർ ബാക്കിൽ കുറേയേറെ പ്ലേയേഴ്സ് ഉണ്ട്, നല്ല പ്ലേയേഴ്സ് ഉണ്ട്. യങ്സ്റ്റേഴ്സ് ആയാലും ശരി, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയാലും ശരി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറീസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ സീസണിലായാലും ഈ സീസണിലായാലും ഇഞ്ചുറി പ്രശ്നങ്ങൾ അവിടെ വലിയ രീതിയിൽ റയലിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ റയലിനെ സംബന്ധിച്ച് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കിനെ സൈൻ ചെയ്യും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. റയൽ മാഡ്രിഡ് സെന്റർ ബാക്കിന് സൈൻ ചെയ്തു ഡാൻ ഹ്യൂസൺ. താരം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല. താരത്തെ സംബന്ധിച്ച് താരം ഒരു യങ്സ്റ്റർ ആണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ റയൽ മാഡ്രിഡ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ ഒരു ഡാൻ ഹ്യൂസണിന് കൂട്ടായിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കിനെ സൈൻ ചെയ്യും എന്ന റിപ്പോർട്ടുകളുണ്ട്. സെന്റർ ബാക്കിന് വേണ്ടി മാത്രം റയൽ മാഡ്രിഡ് 100 മില്യൺ യൂറോസ് വരെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയിലും പല മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റയൽ മാഡ്രിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോട്ടൻഹാമിന് വേണ്ടി കളിക്കുന്ന അർജന്റീനിയൻ സെന്റർ ബാക്ക് ആയിട്ടുള്ള ക്രിസ്ത്യൻ റൊമേറോയാണ്. അപ്പോൾ ക്രിസ്ത്യൻ റൊമേറോ വന്നു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിലെ നിലവിലെ പ്രശ്നങ്ങൾ സോൾവ് ആകുമോ എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒപ്പം റയലിന്റെ മറ്റൊരു സെന്റർ ബാക്കിനെ ടോട്ടൻഹാം സ്വന്തമാക്കുകയും ചെയ്യുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ക്രിസ്ത്യൻ റൊമേറോ നിലവിൽ 27 വയസ്സാണ് താരത്തിന്റെ പ്രായം. കഴിഞ്ഞ വേൾഡ് കപ്പിലും അതുപോലെ തന്നെ കഴിഞ്ഞ കോപ്പ അമേരിക്കയിലും അർജന്റീനയുടെ ആ ഒരു മുന്നേറ്റത്തിന്, അർജന്റീനയുടെ ആ കിരീട നേട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ക്രിസ്ത്യൻ റൊമേറോ. റൊമേറോയെ സംബന്ധിച്ച് റൊമേറോ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കാണ്. ഒപ്പം വളരെ മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു സെന്റർ ബാക്കാണ്. അദ്ദേഹത്തിന് 300-ൽ പല മത്സരങ്ങൾ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ 28ഓളം മാച്ചസ് കളിച്ചിട്ടുണ്ട്. 6 ഗോളും 3 അസിസ്റ്റും എന്നാണ് താരം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടോട്ടൻഹാമിന് വേണ്ടി. ടോട്ടൻഹാമിന്റെ ആ ഒരു ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 3ാമതുള്ളത് ഈ ഒരു പ്ലെയർ ആണ്. അപ്പോൾ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സെന്റർ ബാക്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു സെന്റർ ബാക്ക് ഇല്ല എന്നത്. അപ്പോൾ ടീമിലുണ്ട്, അങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ ടീമിലുണ്ട്, പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് പെർഫോമൻസ് വരുന്നില്ല, ഇഞ്ചുറീസ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ യങ് താരങ്ങൾ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂട്ടായിട്ട് ഒരു സെന്റർ ബാക്കിനെ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു സെന്റർ ബാക്കിനെ എത്തിക്കുക. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിന് പെർഫെക്റ്റ് ചോയ്സ് ആണ് ക്രിസ്ത്യൻ റൊമേറോ. അതിലൊരു സംശയം ആർക്കും കാണത്തില്ല. റൊമേറോയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ആർക്കൊരു സംശയമൊന്നുമില്ല. ടോട്ടൻഹാമിന്റെ ക്യാപ്റ്റൻ ആയിട്ടൊക്കെ അത് നിൽക്കുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റൊമേറോ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കാണ്. റയൽ മാഡ്രിഡ് ഇതിനു മുമ്പ് അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിന്റെ സെന്റർ ബാക്സ് ആയിരുന്നു, അറിയാലോ, റാമോസ്, പെപ്പെ. അപ്പോൾ അതുപോലെ തന്നെ സെന്റർ ബാക്ക് പൊസിഷനിൽ വളരെ അഗ്രസീവ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ക്രിസ്ത്യൻ റൊമേറോ. റൊമേറോ സ്വന്തമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാൻ ഹ്യൂസൺ, റൊമേറോ, പിന്നെ നമുക്കറിയാം അക്കാഡമി പ്ലെയർ ആയിട്ടുള്ള ഒരു ജൂനിയർ റാമോസ് എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന അസെൻസിയോ കൂടി അവിടെ ഉണ്ട്. അപ്പോൾ അസെൻസിയോ വളർന്നു വരികയാണ്. അസെൻസിയോ ഓരോ മാച്ച് കഴിയുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ അസെൻസിയോ ആ ഒരു ടീമിന്റെ ഒരു മെയിൻ പ്ലെയർ ഒക്കെ ആയി മാറാം. പക്ഷെ ഇപ്പോൾ എന്തായാലും മാനേജ്മെന്റിനെ സംബന്ധിച്ച് അവർ തൃപ്തരല്ല. അവരെ സംബന്ധിച്ച് ഡാൻ ഹ്യൂസന്റെ പെർഫോമൻസിൽ അവർ ഓക്കെയാണ്. ഒപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കിനെ കൂടെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു ടോട്ടൻഹാമിൽ കളിക്കുന്ന അർജന്റീനിയൻ സെന്റർ ബാക്ക് ആയിട്ടുള്ള ക്രിസ്ത്യൻ റൊമേറോയാണ്. അപ്പോൾ റൊമേറോ എത്തിക്കണമെങ്കിൽ റയൽ മാഡ്രിഡ് എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ഒരു 100 മില്യൺ വരെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ 100 മില്യൺ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. റൊമേറോയെ സംബന്ധിച്ച് ഒരു 60-70 മില്യൺ കിട്ടിക്കഴിഞ്ഞാൽ റൊമേറോയ്ക്ക് ആ ഒരു എമൗണ്ടിന് റൊമേറോയെ കിട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഡീലായിരിക്കും. പക്ഷേ ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് 70-80 മില്യൺ എങ്കിലും റയൽ മാഡ്രിഡ് റൊമേറോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ്. കഴിഞ്ഞ വർഷം, അതായത് 2025 അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത് ടോട്ടൻഹാമുമായിട്ട്. 2029 ജൂൺ 30 വരെയുള്ള ഒരു കോൺട്രാക്ട് ആണ് നിലവിൽ ടോട്ടൻഹാമുമായിട്ട് താരത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു 3-4 കൊല്ലത്തെ ഒരു 3 കൊല്ലത്തെ കോൺട്രാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു തുക കൊടുക്കാതെ ടോട്ടൻഹാം എന്തായാലും താരത്തെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് 100 മില്യൺ ആണ്. അത്രയൊന്നും കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു ഡീലായിരിക്കും ഈ ഒരു പ്ലെയറിനെ ടീമിൽ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സെന്റർ ബാക്കാണ്. ടോട്ടൻഹാമിനേക്കാൾ എന്തുകൊണ്ടും റയൽ പോലത്തെ ഒരു ടീമിൽ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് റയലിന്റെ മാച്ചൊക്കെ കാണാറുള്ളതാണ്. ടോട്ടൻഹാമിന്റെ കാര്യം അങ്ങനെയല്ല.
ടോട്ടൻഹാമിന്റെ മാച്ച് സത്യം പറഞ്ഞാൽ ഞാൻ കാണാറില്ല, ഏതെങ്കിലും വലിയ ടീമിനെതിരെ കളിച്ചാൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റയൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്ഥിരമായിട്ട് ആ പ്ലെയറിന്റെ കളി കാണാം, അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഇതാണ് നിലവിൽ റയൽ മാഡ്രിഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. റയലിന്റെ മറ്റൊരു സെന്റർ ബാക്ക് ആയിട്ടുള്ള ജർമ്മൻ താരം അന്റോണിയോ റൂഡിഗർ, അദ്ദേഹം വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ മാഡ്രിഡ് വിടും എന്നത് ഏറെക്കുറെ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. റയലിൽ തുടരുക എന്നത് തന്നെയാണ് താരത്തിന്റെ താല്പര്യം. എന്നാൽ റയൽ മാനേജ്മെന്റ് താരത്തെ ടീമിൽ നിലനിർത്താൻ താല്പര്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വർഷം ജൂണോടുകൂടി താരത്തിന്റെ ആ ഒരു കോൺട്രാക്ട് റയൽ മാഡ്രിഡിൽ അവസാനിക്കും. 2022 തോന്നുന്നു താരത്തെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യുന്നത് ചെൽസിയിൽ നിന്ന്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ താരത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഈ ടോട്ടൻഹാം തന്നെയാണ് താരത്തെ സൈൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഒപ്പം PSG-യും അതുപോലെ ഇറ്റാലിയൻ സൈഡിൽ നിന്നുള്ള 2-3 ക്ലബ്ബുകൾക്കും താരത്തിൽ താല്പര്യമുണ്ട്. എന്നാൽ താരത്തെ സംബന്ധിച്ച് റയലിൽ തുടരുക എന്നത് തന്നെയാണ് താരത്തിന്റെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് താരം വെച്ചിരിക്കുന്നത്. പക്ഷേ റയൽ മാനേജ്മെന്റ് താല്പര്യമില്ല എന്നാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത്. ടീമിൽ വന്ന സമയത്ത് 2022-23 ആ ഒരു സമയത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു അന്റോണിയോ റൂഡിഗർ. നാഷണൽ ടീമിലായാലും ജർമ്മനിക്ക് വേണ്ടി വളരെ മികച്ച രീതിയിൽ കളിച്ചിരുന്നു. കഴിഞ്ഞ ആ ഒരു യൂറോ ഉണ്ടല്ലോ, ആ യൂറോയിൽ ജർമ്മൻ ടീം പ്രീ ക്വാർട്ടറിൽ എന്തോ പുറത്താവും. പക്ഷെ ആ ഒരു ടൂർണമെന്റിൽ വളരെ മികച്ച രീതിയിൽ ജർമ്മനി കളിച്ചിരുന്നു. സ്പെയിനോട് തോറ്റിട്ടാണ് അവർ പുറത്താകുന്നത്. അപ്പോൾ ആ ഒരു ടൂർണമെന്റിൽ വളരെ മികച്ച രീതിയിൽ റൂഡിഗർ കളിച്ചിരുന്നു. ഒപ്പം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ റൂഡിഗർ റയലിൽ വന്ന ആദ്യത്തെ സമയങ്ങളുണ്ട്, ആദ്യത്തെ സ്റ്റാർട്ടിങ് ടൈം, ആ ഒരു സമയത്ത് 2022-23 ആ ഒരു സമയത്തൊക്കെ റൂഡിഗർ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാച്ചിൽ ഹാലാൻഡിനെ പൂട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ പിന്നീട് എൻജുറി, അതുപോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ, ചില സമയത്തൊക്കെ സ്റ്റക്കായ പോലെയാണ് നമുക്ക് തോന്നാറ്. റൂഡിഗർ അവിടെ നിന്നുപോയി ഇപ്പുറത്ത് കളി നടക്കുന്ന രീതിയിലുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റൂഡിഗറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് റയലിൽ നിൽക്കണമെന്ന് താല്പര്യമുണ്ട്. മാനേജ്മെന്റിന്റെ താരത്തെ ഒഴിവാക്കാനുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ റൂഡിഗറിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റൂഡിഗറായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ടീം എന്ന് പറയുന്നത് ടോട്ടൻഹാം ആണ്. അവിടെ നിന്ന് ക്രിസ്ത്യൻ റൊമേറോ പോകാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകരം റൂഡിഗർ എന്ന രീതിയിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ കറന്റ് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഈ ഒരു റയൽ മാഡ്രിഡിന്റെ സെന്റർ ബാക്ക് പൊസിഷനിലോട്ടുള്ള ക്രിസ്ത്യൻ റൊമേറോയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ റൊമേറോയ്ക്ക് പകരക്കാരനായിട്ട് ടോട്ടൻഹാം കൊണ്ടുവരാൻ പോകുന്നത് റയലിന്റെ തന്നെ സെന്റർ ബാക്ക് ആയിട്ടുള്ള റൂഡിഗറുമാണ് എന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടെയിൽ.